الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ആദിമ മനുഷ്യനായ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാമയുടെ ചരിത്രത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത് കേൾക്കാം. നമുക്ക് ഖുർആനിൽ അതിങ്ങനെ വായിക്കാം. വഅല്ലമ ആദമൽ അസ്മാ, പ്രപഞ്ചത്തിലെ കോടാനുകോടി വസ്തുക്കളുടെ പേരുകൾ, അവയുടെ പൊരുളുകൾ, കണ്ടുപിടുത്തങ്ങൾ, അതിനുള്ള ബുദ്ധിയും വിവേകവും മനുഷ്യന് നൽകി. ആദിമ മനുഷ്യനായ ആദം അലൈഹിസ്സലാമിൻ്റെ മുഴുവൻ പേരുകളെയും അതിൻ്റെ പൊരുളും അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെയാണ് മനുഷ്യൻ വളർന്നു വരുന്നത്. എന്നാൽ ഈ ലോകത്ത് ആദം അലൈഹിസ്സലാം വന്ന് മനുഷ്യൻ യുഗാന്തരങ്ങളായി ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതിനൊരു അന്ത്യമുണ്ടെന്നും പരലോകമുണ്ടെന്നും പരലോകത്ത് നന്മ ചെയ്തവർക്ക് സ്വർഗവും തിന്മ ചെയ്തവർക്ക് നരകവുമുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി പ്രവാചകന്മാർ ധാരാളം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒരാൾ 10 ആളെ രക്ഷിച്ചാൽ 10 വട്ടം അയാളെ രക്ഷപ്പെടുത്താൻ ഇവിടെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് സ്വർഗം അത്യാവശ്യമാണ്. ഒരാൾ 100 പേരെ കൊന്നാൽ 100 പ്രാവശ്യം അയാളെ കൊല്ലാൻ സാധിക്കാത്തത് കൊണ്ട് നരകം അനിവാര്യമാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ വിളംബരങ്ങൾ. പരലോകമുണ്ടെന്ന്, മാലികി യൗമിദ്ദീൻ, പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥനാണ് അല്ലാഹുവെന്ന് സൂറത്ത് ഫാത്തിഹയിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. പരലോകത്ത് നന്മക്കുള്ള പ്രതിഫലം സ്വർഗവും തിന്മക്കുള്ള ശിക്ഷ നരകവുമാണ് എന്ന് നമുക്കറിയാം. എന്താണ് നന്മ, എന്താണ് തിന്മ, എങ്ങനെയാണത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുക? മനുഷ്യബുദ്ധി കൊണ്ട് നന്മയും തിന്മയും കണ്ടെത്തുക ഒരിക്കലും സാധ്യമല്ല. കാരണം ഒരാളുടെ മനോഭാവത്തിൽ നന്മയാകുന്നത് മറ്റൊരാൾക്ക് തിന്മയാകാൻ സാധ്യതയുണ്ട്. ഒരാളുടെ മനോഭാവത്തിൽ തിന്മയാകുന്നത് മറ്റൊരാളുടെ സ്വാർത്ഥതയുടെ പേരിൽ അത് നന്മയായി അയാൾ വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യൻ്റെ മനസ്സറിയുന്ന, മനുഷ്യൻ്റെ ഭാവി അറിയുന്ന, മനുഷ്യൻ്റെ ഭൂതമറിയുന്ന, മനുഷ്യൻ്റെ വർത്തമാനമറിയുന്ന അല്ലാഹുവിന് മാത്രമാണ് നന്മയും തിന്മയും പഠിപ്പിക്കാൻ സാധിക്കുക. ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ, നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. ഫയമ്മാ യഅതിയന്നകും മിന്നീ ഹുദ,
എൻ്റെ അടുത്ത് നേർമാർഗം നിങ്ങൾക്ക് വന്നെത്തിയാൽ ഫമൻ തബിഅ ഹുദായ, ആരെങ്കിലും ആ നേർമാർഗം സ്വീകരിക്കുകയാണെങ്കിൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല, വ്യസനിക്കേണ്ടി വരികയില്ല, ഭയപ്പെടേണ്ടി വരികയില്ല, ആശങ്കിക്കേണ്ടി വരികയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിലൂടെ പറയുകയാണ്. ഇവിടെ നിന്നാണ് ഹുദ വരുന്നത്. എല്ലാ സമൂഹത്തിലേക്കും താക്കീതുകാർ വന്നു ചേർന്നിട്ടുണ്ട്. ഈ താക്കീതുകാരായ ദൂതന്മാരിൽ നിന്നാണ് നമുക്ക് ഇത്തരം നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള സന്മാർഗം വന്നെത്തിച്ചേരുന്നത്. ഇന്നാ അർസൽനാക ബിൽ ഹഖ്ഖി ബശീറൻ വനദീറ വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ, നിശ്ചയമായും ഞാൻ നിന്നെ സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീത് നൽകുന്നവനുമായിക്കൊണ്ട് യഥാർത്ഥ മതത്തോടുകൂടി അയച്ചിട്ടുണ്ട്. ഒരു സമുദായവും തന്നെ അതിലൊരു താക്കീതുകാരൻ വന്നു കഴിഞ്ഞിട്ടല്ലാതെ ഇരുന്നിട്ടില്ല എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ ഫാത്തിർ സൂറത്തിലെ 24-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ താക്കീത് വന്നിട്ടുണ്ട്, അതേപോലെ സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട്. ഈ സന്തോഷവാർത്തയാണ് നന്മയുടെ പ്രതിഫലം, താക്കീതാണ് തിന്മയുടെ ശിക്ഷ. ഇത് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമേ നമ്മൾ നന്മയുടെ ആളുകളും തിന്മയിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളുമായി മാറുകയുള്ളൂ. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ഇനിയൊരു നബി വരാനില്ല. വമാ കാന മുഹമ്മദിൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലല്ലാഹി വഖാതമൻ നബിയ്യീന വകാന അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമാ. മുഹമ്മദ് നിങ്ങളുടെ പുരുഷന്മാരിൽ ഒരാളുടെയും പിതാവായിട്ടില്ല, എങ്കിലും അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലും നബിമാരിൽ അവസാനത്തേവനുമാകുന്നു. അള്ളാഹു എല്ലാ വസ്തുവെക്കുറിച്ചും അറിയുന്നവനാകുന്നു. അപ്പോൾ അവസാനത്തെ പ്രവാചകൻ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം ഈ ലോകത്തേക്കൊരു പ്രവാചകൻ വരാനില്ല. അതുകൊണ്ട് പ്രവാചകനെ അനുസരിക്കുകയല്ലാതെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുകയല്ലാതെ നമുക്ക് രക്ഷയില്ല. അവസാന കാലത്ത് വരുന്ന ഈസാ അലൈഹിസ്സലാം, അദ്ദേഹം 7 വർഷം ഇവിടെ ജീവിക്കും. ഈ ഈസാ അലൈഹിസ്സലാം നടപ്പിൽ വരുത്തേണ്ടത് ഈസാ അലൈഹിസ്സലാമിന് കിട്ടിയ വഹി പ്രകാരമുള്ള ഇഞ്ചീലല്ല, മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങിയ ഖുർആനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, മൂസാ അലൈഹിസ്സലാം ഈ ലോകത്തേക്ക് തിരിച്ചു വന്നാലും മൂസാ അലൈഹിസ്സലാം എന്നെ അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ പിന്നീട് സ്വർഗത്തിലേക്ക് പ്രവേശനം സാധ്യമാവുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഞ്ചോടിഞ്ച് അനുസരിക്കാത്തവർ മുഴുവൻ നരകത്തിലേക്ക് പോവുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മയിലേക്ക് അയച്ചത് അദ്ദേഹത്തെ അനുസരിക്കുവാൻ വേണ്ടിയല്ലാതെ അല്ല, അഥവാ അനുസരിക്കാൻ വേണ്ടിയാണ്. ആരെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചാൽ ഫഖദ് അത്വാ അല്ലാഹ്, അവൻ അല്ലാഹുവിനെ അനുസരിച്ചു. വമൻ തവല്ലാ ഫമാ അർസൽനാക അലൈഹിം ഹഫീള, ഇനി ആരെങ്കിലും പ്രവാചകനെ അനുസരിക്കാതെ തിരിഞ്ഞു കളയുന്ന പക്ഷം നബിയെ അവരുടെ മേൽ കാവൽക്കാരനായി നിന്നെ നാം അയച്ചിട്ടില്ല. അവരുടെ കാര്യം നീ നോക്കേണ്ടതില്ല, അത് പരലോകത്ത് വന്നാൽ ഞാൻ കൃത്യമായി അവർക്ക് ശിക്ഷ കൊടുക്കുമെന്ന് അല്ലാഹു തആല സൂറത്തുൻ നിസായിലെ 80-ാമത്തെ ആയത്തിലൂടെ പറയുന്നു. അപ്പോൾ ഖുർആനിൽ പറയുന്നത്, ഒരാൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുമ്പോൾ അപ്പോൾ അയാൾ അനുസരിക്കുന്നത് അല്ലാഹുവിനെയാണെന്നാണ്. ഫഖദ് അത്വാ അല്ലാഹ്. സൂറത്ത് അൻഫാലിൽ 3 തവണ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 1-ാമത്തെ ആയത്തിലും 20-ാമത്തെ ആയത്തിലും 46-ാമത്തെ ആയത്തിലും, മുജാദല 13-ാമത്തെ ആയത്തിൽ, ആലു ഇമ്രാൻ 32, 132 രണ്ടായത്തുകളിൽ, സൂറത്തുൻ നൂർ 52-ാമത്തെ ആയത്തിൽ, സൂറത്തുൽ ഫത്ത് 17-ാമത്തെ ആയത്തിൽ, സൂറത്തുൽ അഹ്സാബ് 71-ാമത്തെ ആയത്തുകൾ തുടങ്ങിയ എമ്പാടും ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണമെന്നും മാതൃകയാക്കണമെന്നും അനുധാവനം ചെയ്യണമെന്നും പ്രവാചകനെ മോഡലാക്കി ജീവിക്കണമെന്നും പ്രവാചകനെയാകണം മാതൃകയാക്കി മുന്നിൽ നിർത്തേണ്ടതെന്നും ഖുർആൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. മാതൃകാ മനുഷ്യനായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് തന്നു. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു
വമാ നഹാകും അൻഹു ഫന്തഹു വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ് വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് വന്നോ അത് നിങ്ങൾ സ്വീകരിക്കണം, അത് എടുക്കണം, അതനുസരിച്ച് ജീവിക്കണം. വമാ നഹാകും അൻഹു ഫന്തഹു. എന്താണോ അവിടുന്ന് വിരോധിച്ചത് ആ വിരോധിച്ചത് വിട്ടുകളയുകയും ചെയ്യണം. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അല്ലാഹു തആല കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ആരെ ശിക്ഷിക്കും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതിനെ സ്വീകരിക്കാത്തവനെ ശിക്ഷിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതിനെ ഒഴിവാക്കാത്തവനെ ശിക്ഷിക്കും. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം ഈ ദീനിനെ പൂർത്തിയാക്കി തന്നു, നിങ്ങൾക്ക് ഈ മതത്തെ, ഈ അനുഗ്രഹത്തെ നിങ്ങൾക്ക് ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടു തരികയും ചെയ്തു. ഈ ആയത്തിറങ്ങിയ ദിവസം ജൂതന്മാർ പറയുകയാണ്, ഈ ആയത്ത് ഞങ്ങളുടെ മതത്തിലാണ് ഇറങ്ങിയതെങ്കിൽ ഞങ്ങളത് ആഘോഷമാക്കുമായിരുന്നു. കാരണം അത്രയും നല്ല ആയത്താണ്, ഇസ്ലാമിനെ പരിപൂർണമാക്കി തന്നു. അതോടുകൂടി ഇസ്ലാം സമ്പൂർണമായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിൻ്റെ അടയാളമാണത് എന്ന് അന്നു തന്നെ സഹാബത്തിൻ്റെ മനസ്സിലായിട്ടുണ്ട്. ഖാല ഇന്നഹു ലൈസ ശൈഉൻ യുഖർരിബുകും ഇലൽ ജന്ന. ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എല്ലാ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല. ഖദ് അമർതകും ബിഹി. ആ കൽപ്പനയിൽ സ്വർഗത്തിലേക്ക് പോകേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. വലൈസ ശൈഉൻ യുഖർരിബുകും ഇലന്നാർ ഇല്ലാ ഖദ് നഹാകും അൻഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും വിരോധിക്കുകയും സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും കൽപ്പിക്കുകയും ചെയ്തു. നമുക്ക് സന്തോഷപൂർണമായി ഈ മതത്തെ എവിടെയും തിരയേണ്ടതില്ല. ആരും വേറെ മതമുണ്ടാക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ഈ മതത്തെ അനുസരിച്ചാൽ മതി. എല്ലാവർക്കും സ്വർഗത്തിലെത്താനുള്ള ഒരേ ഒരു വഴി നബിയുനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വഹിയോടുകൂടി എത്തിച്ചു എന്ന് മാത്രമല്ല, ആ വഹി അനുസരിച്ച് ജീവിച്ച ഒരു പ്രവാചകന്റെ ചരിത്രം ഓരോ മൈക്രോ സെക്കൻഡും രേഖപ്പെടുത്തപ്പെട്ടു എന്നത് മഹാത്ഭുതമാണ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പേർത്തും സഹാബത്ത് ഓരോ സ്ഥലത്തു നിന്നും സ്വഹീഹായ രൂപത്തിൽ റിപ്പോർട്ട് ചെയ്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ സ്ഥലത്തെയും ഓരോ ആളോടുമുള്ള പെരുമാറ്റങ്ങളും പ്രവർത്തനങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ സഹാബത്ത് അടുത്ത തലമുറ താബികൾക്ക് കൈമാറി. അത് പിന്നീട് താബിങ്ങൾക്ക് കൈമാറിക്കൊടുത്തു. ഇത് സുദൃഢമായ ശൃംഖലകളിലൂടെ, സുദൃഢമായ സനദിലൂടെ വന്നിട്ടുണ്ട് ഈ ഹദീത്തുകളൊക്കെ. ബല്ലിഉ അന്നി വലൗ ആയ, ഒരായത്തെങ്കിലും എന്നിൽ നിന്ന് നിങ്ങൾ എത്തിച്ചു കൊടുക്കണേ എന്ന് മുഴുവൻ മുസ്ലിം സമുദായത്തോടും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം നമ്മൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ ഇസ്ലാമിൽ ചില കാര്യങ്ങൾ കടന്നു വന്ന കാര്യങ്ങളൊന്നും പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതോ സഹാബത്തിൻ്റെ ചെയ്തിയിലുള്ളതോ താബീങ്ങളും താബീങ്ങളും അതേപോലെ അഹ്ലുസുന്നയുടെ ഇമാമുമാരായ 4 ഇമാമുമാരും സ്വീകരിക്കാത്ത ചില കാര്യങ്ങൾ പിന്നീട് കടന്നു വന്നത് മതമായി തെറ്റിദ്ധരിച്ച് പാവങ്ങളായ ആളുകൾ അത് നടപ്പിലാക്കി കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം തന്നെ എടുക്കാം. എന്നാ ജനിച്ചത്, ഏത് കൊല്ലത്തിലാണ്, ഏത് മാസത്തിലാണ്, ഏത് തീയതിക്കാണ് എന്നതിൽ ധാരാളം പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 570 ക്രിസ്താബ്ദം 570 ജനിച്ചത്, 571 ജനിച്ചത്. ആനക്കല വർഷമാണത്. അതിന് 15 വർഷം മുമ്പേ ജനിച്ചിട്ടുണ്ട് എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന സമയത്ത് പ്രവാചകനല്ല, നബിയല്ല, മറിച്ച് ആമിനയുടെയും അബ്ദുള്ളയുടെയും ഒരു കുട്ടി മാത്രമാണ്.
ആ സമയത്ത് ജനനത്തെക്കുറിച്ചത്ര വലിയ പൊലിവിൽ ആലോചിക്കുകയോ അതിൻ്റെ ഡേറ്റ് അതേപോലെ കുറിച്ചു വെക്കുകയോ ചെയ്തിട്ടില്ല. മാസമേതാം 5 അഭിപ്രായങ്ങളുണ്ട്. മുഹറം മാസത്തിലാണ് പ്രവാചകൻ ജനിച്ചതെന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. സഫറിലാണ്, റബീഇലാണ്, റജബിലാണ്, റമളാനിലാണ്. ഈ 5 അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇനി തീയതിയോ അത് 2-ാം തീയതിയാണ്, 8-ാം തീയതിയാണ്, 9-ാം തീയതിയാണ്, 12-ാം തീയതിയാണ്, 17-നാണ്, 18-നാണ് എന്നൊക്കെ പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ഇതിൽ ഇഖ്തിലാഫ് ഉണ്ടായതിൽ അത്ഭുതമില്ല. കാരണം ഇസ്ലാമിൽ അതിനൊരു പ്രാധാന്യവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിന് ഇസ്ലാമിൽ ഒരു പ്രാധാന്യവുമില്ല. ഒരമ്പിയാക്കളും ജനിച്ചതിൻ്റെ തീയതിയോ ഡേറ്റോ അല്ലെങ്കിൽ സമയമോ മാസമോ ഒന്നും നമുക്കറിയില്ല. കാരണം അത് ഇസ്ലാമിൽ പ്രാധാന്യമില്ലാത്ത കാര്യമാണ്. എന്നാൽ ഇസ്ലാമിൽ പ്രാധാന്യമുള്ള ഒരു കാര്യമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തിൽ ഒരു കാര്യം ഉറപ്പിച്ചു ചെയ്യാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏത് ദിവസമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്? തിങ്കളാഴ്ചയാണ് ജനിച്ചത്. തിങ്കളാഴ്ച. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം ഏതാം? തിങ്കളാഴ്ച. തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഫഖാല ഫീഹി വുലിദ്തു, അന്നാണ് ഞാൻ ജനിച്ചത്. വഫീഹ ഉൻസില അലയ്യ, അന്നാണ് എനിക്ക് വഹി ഇറങ്ങിയത്. വഹി ഇറങ്ങിയ ദിവസം ഏതാം? ഒരു തിങ്കളാഴ്ചയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം ഏതാം? തിങ്കളാഴ്ചയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന് മഹിമയുണ്ടോ? ഉണ്ട്. എന്താണ് മഹിമ? തിങ്കളാഴ്ച നോമ്പെടുക്കണം. കൊല്ലം എത്ര തിങ്കളാഴ്ചയുണ്ടാകും? ഏകദേശം 53 തിങ്കളാഴ്ചയുണ്ടായിരിക്കും. ഈ കൊല്ലത്തിൽ 53 തിങ്കളാഴ്ചയുണ്ടായിട്ട് ഏതു തിങ്കളാഴ്ചയാണ് നമ്മൾ നോമ്പെടുത്തത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇഷ്ടമുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ, അനുസരണയുണ്ടെങ്കിൽ, അനുധാപനമുണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുകരിച്ച് ജീവിക്കണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, തൻ്റെ കരളിനേക്കാൾ, തൻ്റെ കാതിനേക്കാൾ, കണ്ണിനേക്കാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സൗകര്യപ്പെട്ട ഒരു തിങ്കളാഴ്ചയെങ്കിലും നമ്മൾ നോമ്പെടുക്കേണ്ടതില്ലേ? ആലോചിച്ചു നോക്കൂ, ചിന്തിച്ചു നോക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം നബിയും സഹാബത്തും നോമ്പെടുത്തു എന്നതാണ് പ്രമാണങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. 1400 കൊല്ലമായി ലോക മുസ്ലിങ്ങൾ ഐക്യത്തോടുകൂടി പറയുന്ന ഒരു കാര്യമാണ്, തിങ്കളാഴ്ചയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്, അന്ന് നോമ്പ് നോൽക്കണമെന്ന്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖത്തിൻ്റെ ദിനം, ഇരുട്ടിൻ്റെ ദിനം, ഈ ലോകത്തെ വെളിച്ചം നഷ്ടപ്പെട്ട ദിനം, ഈ ലോകത്ത് വഹി ഇറങ്ങുന്നതിൻ്റെ അവസാനത്തെ ദിനം, അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ ദിനം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതെന്ന അത് കൃത്യമായി സഹാബത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽ ഒരാൾക്കും തർക്കമില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് റബീഉൽ അവ്വൽ 12-നാണ്. റബീഉൽ അവ്വൽ 12-ന് അന്ന് മദീന മുഴുവൻ കരഞ്ഞ ദിവസമാണ്. മദീനയിലെ ആളുകൾ ഭക്ഷണം കഴിക്കാത്ത ദിവസമാണ്. മദീനയിൽ നിന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വിട്ടുപോകാൻ തീരുമാനിച്ച ദിവസമാണ്. അന്ന് സ്ത്രീകളും കുട്ടികളുമടക്കം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുന്ന ഒരാളുടെ മൂക്കിൻ്റെ 2 സൈഡിലും കണ്ണുനീരിൻ്റെ ചാലു വരാത്തതില്ല. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്. അന്ന് മര്യാദക്ക് ഭക്ഷണം കഴിച്ച ഒരാൾ പോലും ഉണ്ടായിട്ടുണ്ടാവില്ല മദീനയിൽ. അത് ഏത് മതക്കാരനാകട്ടെ, അത്രക്കും ഇഷ്ടപ്പെട്ടിരുന്നു ആ നാട്ടുകാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ആ റബീഉൽ അവ്വൽ 12-ന് ഞാൻ ഒന്നും പറയുന്നില്ല. ആ റബീഉൽ അവ്വൽ 12 വരുമ്പോൾ കണ്ണ് തുറന്ന് കണ്ണ് മിഴിച്ചു നോക്കണം നമ്മൾ, എന്താണ് മുസ്ലിം സമുദായം ചെയ്യുന്നതെന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച 10 മണിക്ക് റബീഉൽ അവ്വൽ 12-ന് മരിച്ച 10 മണി സമയം 9:55 മുതൽ 10:05 വരെ എന്താണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി നോക്കിക്കണ്ടാൽ മതി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്രത്തോളം സ്നേഹിക്കുന്നു, ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു സമുദായത്തിൻ്റെ ഒരു വിഭാഗമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. ഇത് പ്രവാചക സ്നേഹമാണോ എന്ന് നമ്മൾ ആലോചിക്കണം. അങ്ങനെ പോകുന്ന സ്ഥലത്ത്, അങ്ങനെ കൂടി നിൽക്കുന്ന ആളുകളിൽ ഒരാളുടെ തോളിൽ കൈ
കൈയിട്ടിട്ട് പ്രവാചകൻ ജനിച്ച ദിവസം തിങ്കളാഴ്ച നോമ്പ് നോൽക്കണമെന്ന് പ്രവാചകൻ കൽപ്പിച്ചിട്ടുണ്ട്. 2024 ഏതു തിങ്കളാഴ്ചയാണ് താങ്കൾ നോമ്പ് നോറ്റതെന്ന് അയാളോട് ചോദിക്കുമ്പോൾ നബി സ്നേഹം അയാൾക്കുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബ, എന്നെ വിസമ്മതിച്ചൊഴികെ ബാക്കി എല്ലാവരും എൻ്റെ ഉമ്മത്തിലുള്ളവർ സ്വർഗത്തിലായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അങ്ങൊന്നിനെ സ്നേഹിക്കുന്ന സഹാബത്ത് ചോദിച്ചു, വമൻ അബ, ആരാണ് വിസമ്മതിച്ചവർ? മൻ അത്വഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻ അസ്വാനി ഫഖദ് അബ, എന്നെ ധിക്കരിച്ചവൻ നരകത്തിൽ പ്രവേശിക്കും. നമ്മുടെ നാട്ടിലെ പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ നടക്കുന്ന ഇത്തരം ആഘോഷങ്ങൾ, അല്ലെങ്കിൽ അതിനെന്താണോ പറയുക, ആ കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചാണോ മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. 2 പെരുന്നാളാണ് ആഘോഷങ്ങൾ, 2 പെരുന്നാളുകൾ. അതെങ്ങനെ ആഘോഷിക്കണമെന്ന് കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 25 ഹദീസുകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ബലി പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ചെറിയ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഈദുൽ ഫിത്ർ ആഘോഷിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ ഒരു ഹദീസിൻ്റെ അരവരി പോലും മൗലിദുൻ നബി ആഘോഷിക്കേണ്ടത് എങ്ങനെയെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതോ, മൗലിദുൻ നബിയുടെ റബീഉൽ അവൽ 12 ദിവസം മദീന രാജ്യത്ത് ആരെങ്കിലും എന്തെങ്കിലും സന്തോഷത്തിന് വേണ്ടി ചെയ്ത ഒരവരി പോലും നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. മതം പഠിപ്പിക്കാത്ത പുണ്യവും മഹത്വവും പ്രചരിപ്പിക്കുന്നു. കള്ളമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും അവർ പ്രചരിപ്പിക്കുന്നത്. അല്ലാഹുവും റസൂലും ശക്തമായി എതിർത്ത ശിർക്കൻ വിശ്വാസങ്ങളുടെ പദ്യഗദ്യങ്ങൾ പള്ളിയിലും വീടുകളിലും മറ്റും പാടിക്കൊണ്ടിരിക്കുന്നു. പ്രവാചകൻ വിലക്കിയ പലതും പരസ്യമായി ചെയ്യുന്നു. DJ പാർട്ടിയില്ലാത്ത ഏതെങ്കിലും ഒരു നബിദിനാഘോഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? ഉണ്ടാവില്ല. പച്ചക്കൊടിയും തോരണങ്ങളും കെട്ടി DJ പാർട്ടികൾ സംഘടിപ്പിച്ച് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വിജയം ആഘോഷിക്കുന്നത് പോലെ ആഘോഷിക്കുന്നൊരവസ്ഥയുണ്ടെങ്കിൽ അത് ഇസ്ലാമല്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇസ്ലാമും മുസ്ലിങ്ങളും മൊത്തം വരും ഭാവിയിൽ അതിൽ അലിഞ്ഞില്ലാതായി പോകും. എല്ലാവരും ബിദ്അത്തിന്റെ കക്ഷികളായി മാറേണ്ടി വരും. അതുകൊണ്ട് മാത്രമാണ് പവിത്രമായ ഈ സ്ഥലത്തു നിന്ന് ഈ കാര്യം പറയുന്നത്. കേക്ക് മുറിക്കുന്ന ആളുകൾ, പുൽക്കൂട് നിർമ്മിക്കുന്ന ആളുകൾ, ഉണ്ണി മുഹമ്മദിനെ ഉണ്ടാക്കുന്ന ആളുകൾ, വഴി തടസ്സപ്പെടുത്തുന്ന ആളുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി തടസ്സപ്പെടുത്തുന്നവർ അവർ പുണ്യം ചെയ്യാത്തവരാണ്, അല്ലെങ്കിൽ അത് പാപമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു കൊമ്പ് വഴിയിലേക്ക് വന്നിട്ട് അത് മുറിച്ച് കളഞ്ഞവൻ സ്വർഗത്തിൽ പ്രവേശിച്ചുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ വഴി തടയുക? ഹോസ്പിറ്റലിലേക്ക് പോകുന്നവർ, അത്യാവശ്യത്തിന് പോകുന്നവർ, പല നിലക്കും സഞ്ചരിക്കുന്നവർക്ക് ഇസ്ലാമിൻ്റെ പേരിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു തടസ്സമുണ്ടാവുക എന്നത് വളരെ വ്യസനകരമായ കാര്യമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ മതത്തിൽ ബിദ്അത്ത് വന്നാൽ ഉണ്ടാകുന്ന അപകടങ്ങളും അനന്തരഫലങ്ങളും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഈസാ അലൈഹി ഇസ്ലാമയുടെ വിഷയത്തിൽ അതിരുവിട്ട ഒരു സമൂഹം പോലെ മുസ്ലിം സമൂഹവും അതിരുവിട്ടു പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. ലാ തത്റൂനി കമാ തറത്തുൻ നസാറ ഇബ്നു മറിയമിൻ്റെ സമുദായം നസാറാക്കൾ അതിര് കവിഞ്ഞതുപോലെ നിങ്ങൾ അതിര് കവിഞ്ഞ് പോകരുത്. ഇന്നമാ അനാ അബ്ദുൻ, ഞാനൊരു അടിമ മാത്രമാണ്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലിഹി, ഞാനൊരു അടിമയും അള്ളാഹുവിൻ്റെ ദൂതനുമാണ് എന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രാധാന്യമില്ലാഞ്ഞിട്ടല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെ പ്രാധാന്യം കൊടുക്കണമെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഹദീസ് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കൊരു പ്രാധാന്യം കൊടുക്കാനോ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാനോ നമുക്ക് സാധ്യമല്ല. കാരണം സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും വിഷയമാണിത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഇതാരോടും വേറും വാശിയുമുള്ളത് കൊണ്ട് പറയുകയല്ല, മറിച്ച് ഇസ്ലാമല്ലാത്തത് ഇസ്ലാമല്ലെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ
ഇവിടെ അതും ഇസ്ലാമിലേക്ക് കൂടിച്ചേർന്ന് ഇസ്ലാം മലിനമാകും എന്നുള്ള ഒരു ഭയം കൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ സൂചിപ്പിക്കുന്നത്. അല്ലാഹു തആല നമ്മളെ എല്ലാ ബിദ്അത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സുന്നത്ത് പാലിക്കുന്ന ആളുകളിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു തആലയെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ആളുകൾക്കൊക്കെ ഒരു ജ്വരം കയറിയിരിക്കുകയാണ്. ഏതാഘോഷമായാലും ആഘോഷിച്ചാൽ മതി, ആഹ്ലാദിച്ചാൽ മതി, ആർമാദിച്ചാൽ മതി. അതിലെന്താഭാസങ്ങളുണ്ടെങ്കിലും ഒരിക്കലും ഇപ്പോൾ ഒരാഘോഷവും ആഘോഷമായി മാറുന്നില്ല, 2 പെരുന്നാളുകളല്ലാതെ. അതിന് ഇസ്ലാം നിയന്ത്രണം വെച്ചതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല. അൽഹംദുലില്ലാ തുമ്മ അൽഹംദുലില്ലാ. അതിലിനി ഒരു അനാചാരം വരാതിരുന്നാൽ മതി. ഈ 2 ആഘോഷമല്ലാതെ മൂന്നാമത്തെ ഒരാഘോഷം മുസ്ലിമിനില്ല, മുസ്ലിം ചെയ്യാൻ പാടില്ല. ഏതാഘോഷത്തിലും കയറി നിറങ്ങി ഇസ്ലാമിൻ്റെ എല്ലാ പവിത്രതയും നഷ്ടപ്പെടുത്തി ഏതിലേക്കും കൂടിക്കലരാൻ പറ്റുന്ന മാലിന്യങ്ങളായി മുസ്ലിം സമുദായത്തിലെ യുവാക്കളും യുവതികളും മാറുന്നുവെന്നത് വളരെ വലിയ സങ്കടകരമായ ഒരു കാഴ്ചയാണ്. അങ്ങനെയൊക്കെ ചേരുന്നവർ കൃത്യമായി മനസ്സിലാക്കണം. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹു. ആരിലാർ കൂടിച്ചേർന്നുവോ അവരിൽപ്പെട്ടവരാണവർ. ആരിലാർ കൂടിച്ചേരുന്നുവോ അവരിൽപ്പെട്ടവരാണവർ. ഒറ്റ കളറുള്ള കാവിത്തുണി നിങ്ങൾ എടുക്കരുതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്തിനാ? അതിൽ കൂടിച്ചേരാതിരിക്കാൻ. മീശ വെട്ടി താടി വളർത്തണമെന്ന് പറഞ്ഞതെന്തുകൊണ്ടാണ്? മീശ വളർത്തി താടി വടിക്കരുതെന്ന് പറഞ്ഞതെന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നാൽ ജൂതനെതിരാകണം. ജൂതൻ മീശ വളർത്തും, താടി വടിക്കും. ജൂതൻ്റെ സ്വഭാവമാണത്. ജൂതൻ്റെ സ്വഭാവം മുസ്ലിമിന് സ്വീകരിക്കാൻ പാടില്ല. ഇത്രയും കണിശമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടമുണ്ടെങ്കിൽ, അല്ലാഹു തആലയുടെ സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നമുക്ക് കണ്ണ് തന്ന, കാത് തന്ന, ജീവൻ നിലനിർത്തി തന്ന, നമുക്ക് അനുഗ്രഹങ്ങളെമ്പാടും തന്ന അള്ളാഹുവിനെ ഇഷ്ടമുണ്ടെങ്കിൽ വേറെ ഒരാഘോഷത്തിൽ ചെന്ന് അതിൻ്റെ സംഘാടകരായി, അതിൻ്റെ മെയിൻ ആളുകളായി മാറുന്ന മുസ്ലിങ്ങൾ എത്ര നീചന്മാരാണ്, നികൃഷ്ടന്മാരാണെന്ന് നമ്മൾ ആലോചിക്കണം. എന്ത് മതസൗഹാർദ്ദം പറഞ്ഞാലും അതൊരിക്കലും മതസൗഹാർദ്ദമായി നമ്മൾ കാണാൻ പാടില്ല. കാരണം ഒരു മതത്തിലേക്ക് ചേരലല്ല സൗഹാർദ്ദം. അവരോട് മനുഷ്യത്വപരമായി പെരുമാറുകയും അയൽവാസിയെ സഹായിക്കുകയും അവർക്ക് രോഗമുണ്ടെങ്കിൽ അവരെ പരിചരിക്കുകയും ഒരു നാട്ടുകാരെന്ന നിലക്ക് അവർക്കെല്ലാ അവകാശങ്ങളും നൽകുകയും ചെയ്യുക എന്നത് അത്യാവശ്യമാണ്. എന്നാൽ വിശ്വാസം അത് കൂടിക്കലരേണ്ട ഒന്നല്ല. വിശ്വാസിയായി നട്ടലോടുകൂടി നവർന്നു നിൽക്കുമ്പോഴേ അത് പാടുണ്ടോ, ഇത് പാടുണ്ടോ, മറ്റത് പാടുണ്ടോ എന്ന് ചോദിക്കുന്നവർ തന്നെ ഇസ്ലാമിൻ്റെ അസ്ലു പഠിക്കാത്തവരാണ്. അസ്ലു പഠിച്ചവർക്ക് അതിൽ സംശയമേ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആഘോഷങ്ങളിലേക്ക് നമ്മൾ എടുത്തു ചാടുമ്പോൾ ആ ആഘോഷത്തെ ഇസ്ലാം എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് അതിനറിവുള്ളവരോട് ചോദിച്ചും മനസ്സിലാക്കിയും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ആഘോഷമെന്ന് കേൾക്കുമ്പോൾ, ചാടിക്കളി എന്ന് കേൾക്കുമ്പോൾ, വേഷം മാറ്റി പുറത്തിറങ്ങി സന്തോഷിക്കാമെന്ന് കേൾക്കുമ്പോൾ എല്ലാറ്റിലേക്കും പോകുന്ന ആളുകൾ ഞങ്ങൾ ആളുകളുടെ കൂടെ കൂടിയിരുന്നു എന്ന് പറയും നരകക്കാർ. അവർ നരകത്തിലെത്താനുള്ള കാരണമെന്തെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ കൂടെ കൂടികളായിരുന്നു. അവിടെ ആഘോഷമുണ്ടെങ്കിൽ അവിടെ പോയി ചുറ്റിപ്പറ്റി നിൽക്കും, ഇവിടെ ആഘോഷമുണ്ടെങ്കിൽ ഇങ്ങോട്ട് ചുറ്റിപ്പറ്റി നിൽക്കും. എവിടെയാണോ ആഘോഷം അവിടെ ഒട്ടിച്ചേരുന്ന ഒരവസ്ഥയുണ്ടാകുന്നത് ഒരിക്കലും ഇസ്ലാമികമല്ലെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്നും പുറത്തു പോകാതെ നിലനിൽക്കാനുള്ള തഖ്വ നമ്മൾ ശേഖരിക്കുകയും ആ തഖ്വയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യണം. അല്ലാഹു തആല ഈമാനോടുകൂടി നിലനിൽക്കുന്ന, ഇഖ്ലാസോടുകൂടി കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.
കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അവൾ ഹലാലായ മാർഗത്തിലൂടെ അവരുടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾ അവിടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.